ഇന്നത്തെ എൻ്റെ ഒരു തക്കാളി കൃഷി ഞാൻ ചെയ്യുന്ന വീഡിയോ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരട്ടെ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നൊരു തക്കാളി എടുത്തിട്ട് ഞാൻ പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന തൈകളാട്ടോ നേരത്തെ കാണിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി അതൊന്ന് പറിച്ച് നടാൻ വേണ്ടിയിട്ട് ചട്ടി റെഡിയാക്കി എടുക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന പഴയ ചെടിച്ചട്ടികൾ എടുത്തിട്ടാണ് ഞാനിപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ചട്ടിയുടെ അടിയിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറേ കരിയില, ഒരു 70% ഒരു 3/4 ഭാഗത്തോളം കരിയിലയിട്ട് നിറക്കണം. അപ്പോൾ അധികം മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് ഇപ്പോൾ പലരും കാണിക്കുന്നുണ്ടല്ലോ, അത് കണ്ടിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. നേരത്തെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ലതായിട്ട് എനിക്ക് തോന്നി. അധികം മണ്ണില്ലെങ്കിലും വിളവിന് വലിയ കുഴപ്പമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനിപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ കരിയില 70% നിറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മുകളിലേക്ക് വേപ്പിൻ പിണ്ണാക്കും പിന്നെ നമ്മുടെ എല്ലുപൊടിയില്ലേ അതും കൂടി ചേർത്തിട്ട്, അതും ഓരോ പിടിയാട്ടോ ഞാൻ ചേർക്കുന്നത്. അതും ചേർത്തിട്ട് ഇനി ചേർക്കുന്ന ചാണകപ്പൊടിയാണ്, അതും ഒരു പിടി തന്നെ ചേർക്കുക. അതിന് മുകളിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഇതിന് മുമ്പ് ഇങ്ങനെ ചെടിയൊക്കെ നടാനായിട്ട് ഞാൻ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണുണ്ട്, ആ മണ്ണാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 പാത്രത്തോളം, ഞാൻ എടുത്ത അളവ് പാത്രത്തിന് 2 പാത്രത്തോളം മണ്ണും കൂടി ഇട്ട് അതൊന്ന് നിറച്ച് വെച്ചിട്ട് ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഒരു വെയിറ്റും ഇല്ല, നമുക്ക് സുഖമായിട്ട് എടുത്ത് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനൊക്കെ സുഖമാണ്. അങ്ങനെ ഒരു 6 ചട്ടി ഞാൻ വേഗം തന്നെ നിറച്ചെടുത്തിട്ടുണ്ടേ. ഇനി ചട്ടിയിലേക്ക് ആ തൈകൾ പറിച്ച് നടുകയാണ്. അങ്ങനെ പറിച്ച് നടുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ, ആ മണ്ണ്, ആ മുളച്ചു വന്ന മണ്ണില്ലേ, ആ മണ്ണ് കൂടി ചേർത്ത് വേണം കേട്ടോ നമ്മൾ പറിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് വേണം നടാനായിട്ട്, എങ്കിലും വേഗം തന്നെ പിടിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചട്ടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഈ എല്ലാ ചട്ടിയിലും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നനച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കും കേട്ടോ. അടിയിലധികം ഇങ്ങനെ കരിയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പോൾ അത് വേഗം തന്നെ കമ്പോസ്റ്റ് അടിയിൽ കിടന്നിട്ട് നന്നായിട്ട് അത് ജീർണിച്ച് നല്ല വളമാകുകയും ചെയ്യും. അങ്ങനെ ചട്ടിയൊക്കെ റെഡിയാക്കി എല്ലാം എടുത്തൊക്കെ വെച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ.